ഹലോ ഗൈസ്, ഇപ്പം നമ്മൾ നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മൾ കാറ് റെൻറ്റിന് എടുത്തു കേട്ടോ. കാർ റെൻറ്റിന് എടുത്തതിൻ്റെ കേസൊന്നും പറയണ്ടോ, ആൻഡ്രോയിഡിൽ എടുത്തിട്ടാണ് വന്നത്. ഇപ്പം ഈ കാറും കൊണ്ട് നമുക്ക് കറങ്ങാം. ലെഫ്റ്റ് ഡ്രൈവിങ് അത്ര വശമില്ല. ഇവർ ഒരുവിധം ഓടിച്ചിട്ട് വേണം എനിക്ക് ഓടിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഡ്രൈവറിനെ നമുക്ക് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ കാർ ഓടിക്കുന്ന ഡ്രൈവർ. എന്തെങ്കിലും പറയാനുണ്ടോ? നല്ല സന്തോഷമുണ്ട്. ഇങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് ആദ്യമായിട്ട് ഓടിക്കണത്. എന്താണ് എക്സ്പീരിയൻസ് പറയാനുള്ളത്? എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്, വേറെ വ്യത്യാസമൊന്നുമില്ല. ആള് മാൻഡഡിന്ന് ഇവിടം വരെ ഓടിച്ചിട്ട് സ്റ്റിയറിംഗിന്റെ അവിടെ വ്യത്യാസമൊന്നുമില്ല. സൈഡ് ജസ്റ്റ് മാറിയതിന്റെ ഗിയർ മാത്രമേ വ്യത്യാസമുള്ളൂ. ഗിയർ വ്യത്യാസമുണ്ടോ? ഗിയർ ഇപ്പുറത്തെ സൈഡിലല്ലേ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പുറത്തെ ആളുണ്ടല്ലോ, അദ്ദേഹത്തിനെ കൊണ്ട് ഇനി നമുക്ക് ഓടിപ്പിക്കാം കുറച്ച് നേരം കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവരെല്ലാം സേഫ്റ്റി ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഓടിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ കാറിന്റെ പേര് പറ. നിസാൻ മൈക്ര. എങ്ങനെയുണ്ട് ഓടിക്കാൻ? സുഖാണോ? സ്മൂത്താണോ? കുറച്ചും കൂടി വലിപ്പമുണ്ട് നാട്ടിലെ. അപ്പൊ നമുക്ക് വണ്ടി കാണാം കേട്ടോ. നല്ല ചുമന്ന പെയിന്റ് ഒക്കെ അടിച്ചിട്ട് നല്ല അടിപൊളി വണ്ടിയാണ്. ഇതാണ് വണ്ടി. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. കാരണം എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് വിശന്നാലോ എന്ന് വിചാരിച്ച്. പിന്നെ നമ്മൾ ഒരു ഫ്രിഡ്ജിൽ 8 ലിറ്ററിൻ്റെ കുപ്പി കയറ്റി വെച്ചിട്ട് വെള്ളം തിളപ്പിച്ചിട്ടാണ് നമ്മൾ കൊണ്ടുപോണത്. ഇനി ഇവർക്കെങ്ങാനും ദാഹിച്ചാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിനി നമ്മുടെ യാത്രയുടെ പ്രയാണം ആരംഭിക്കാൻ പോവാണ്. അപ്പോൾ ജസ്മിൻ കെയറാണ്. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. നമ്മള് കോൺസ്വേഗ്ര അല്ലെങ്കിൽ ബുർഗിജോസ് എവിടെയെങ്കിലും പോവാം. മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോവാം. ആരുടെങ്കിലും മൊബൈലിൽ നെറ്റ് ഉണ്ടെങ്കിൽ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ തന്നെ സ്ഥലങ്ങൾ പറഞ്ഞു തരാം. ഗൈസ്, ഞാന് പണ്ട് പോയൊരു സ്ഥലമാണ്. അതായത് ഒരു 4 വർഷം മുമ്പ്, ആക്ച്വലി 4 അല്ല, ഒരു 2 വർഷം മുമ്പ് തോന്നുന്നു. ബുർഗിജോസ് എന്ന് പറഞ്ഞ സ്ഥലം. എനിക്കറിയാം. ആ സ്ഥലത്തേക്ക് പോയാൽ മതി. അത് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ഇപ്പൊ 1 മിനിറ്റും കൂടി ഉള്ളൂ. എന്നിട്ട് അവിടുന്ന് ഇവിടെ ഒരു റൗണ്ട് അബൌട്ട് ഉണ്ട്. അപ്പൊ ഞാൻ ആ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇനി അവിടുന്ന് താഴത്തേക്ക് ബുർഗിജോസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇപ്പൊ ഞങ്ങള് പോവാൻ പോണത്. അവിടെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഭയങ്കര തണുപ്പല്ല, ഒരു വേനൽ തുടങ്ങിയ സമയത്താണ് ഞാൻ ചെന്നത് കേട്ടോ. നിറച്ച് നല്ല രസമുള്ള കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് പോലെ തന്നെ ഇപ്പൊ ഇതുപോലെ തന്നെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ നമുക്ക് നോക്കാം. ഏകദേശം നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താറായി. കാറിലാണെങ്കിൽ തൊളേതോയിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ ആണ് നമ്മൾ പോകേണ്ടത്. നമുക്ക് ചെറിയൊരു തെറ്റുപറ്റി. ബുർഗിജോസ് എന്നാണ് ഞാൻ പറഞ്ഞത്, പക്ഷെ നമ്മൾ പോകുന്ന പ്ലേസിന്റെ പേര് ബുർഹോൺ എന്നാണ്. ഈ ഒരു സ്ഥലത്തേക്ക് ബസ് സർവീസ് ഒന്നുമില്ല. ഇവിടെ താമസിക്കുന്ന എല്ലാവർക്കും സ്വന്തമായിട്ട് വാഹനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയത്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത് ഇവിടെയാണ് കേട്ടോ. ഇനി നമുക്ക് വണ്ടി കൊണ്ട് പോകാനായിട്ട് പറ്റില്ല, റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. എല്ലാവരും ഇവിടേക്ക് നടന്നാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നടക്കാം. കാൽനട യാത്ര തന്നെ ശരണം. നടക്കുമ്പോൾ തന്നെ കാണാനായിട്ട് ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. ഈ കാണുന്നതെല്ലാം ഒലിവ് വൃക്ഷങ്ങളാണ്. സന്ദർശകർക്ക് വ്യത്യസ്തമായിട്ടുള്ള അനുഭവവും മനോഹാരിത നൽകുന്നതാണ് ഈ പ്രദേശം. പക്ഷെ ഇവിടെ വളരെ വിരളമായിട്ടാണ് സന്ദർശകർ എത്തുന്നുള്ളൂ. കാരണം ഈ ഒരു പ്രദേശം കണ്ടെത്താനായിട്ട് കുറച്ച് പാടാണ്. ഞാൻ തന്നെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും വഴി തെറ്റിയാണ് ഇപ്പൊ ഇവിടം വരെ എത്തിയത്. അങ്ങനെ 4 കിലോമീറ്ററോളം ഞങ്ങൾ നടന്ന് നമ്മൾ ഏകദേശം എത്താറായിട്ടോ. നമ്മൾ ഈ എത്തിയ പ്രദേശം നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. മലയിടുക്കും തടാകവും പാരനോമിക് ഫോട്ടോകൾക്കൊക്കെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മൾ ഈ എത്തിയേക്കണ ഈ ഒരു ഭാഗം. ഇവിടെ തന്നെ മാപ്പ് പോലത്തെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സംഭവവും മനസ്സിലാകും. തടാകം എന്ന് പറഞ്ഞാൽ മലനിരകളാൽ ചുറ്റപ്പെട്ട തടാകം. ഇങ്ങനൊരു തടാകം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാനും ഇത് 2ാമത്തെ പ്രാവശ്യമാണ് കാണുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇതെല്ലാം തന്നെത്താനെ പ്രകൃതി ഉണ്ടാക്കിയതാണെന്നുള്ളതാണ്. എന്ത് ഭംഗിയായിട്ടല്ലേ പ്രകൃതി ഇത്രയും മനോഹരമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞങ്ങൾ വന്ന സമയത്ത് 3 പേരും 2 ദിശയിലേക്ക് തിരിഞ്ഞു. ഇച്ചായൻ അജുവും കൂടി ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് പോയി. ഞാൻ പിന്നെ ഇവിടുത്തെ വീഡിയോസ് ഒക്കെ എടുക്കാൻ ശ്രമിച്ചു. കാരണം എന്റെ ചെരുപ്പ് അത്ര നല്ല ചെരുപ്പൊന്നും അല്ല. വേണമെങ്കിൽ സ്ലിപ്പ് ചെയ്ത് വീട് കഴിഞ്ഞാൽ പിന്നെ പൊടി പോലും കിട്ടില്ല. ഇവിടെ കുഞ്ഞു കുഞ്ഞു നടപ്പാതകളുണ്ട്. ഏകദേശം ഓരോ നടപ്പാതയിലേക്കും 2, 3, 4 കിലോമീറ്ററോളം ഉണ്ട്. ഓരോ നടപ്പാതയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ
വ്യത്യസ്തമായിട്ടുള്ള വ്യൂ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ എത്തിയത് ഈ ഒരു തുഞ്ചത്താണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കിയ വ്യൂവും വ്യത്യസ്തമായിരുന്നു. ഇവിടുന്ന് താഴത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. കാരണം ഈ ഒരു വഴിക്കാണ് അവർ ട്രക്കിങ്ങിന് വേണ്ടി പോയേക്കുന്നത്. ഇപ്പൊ ഇടിയെന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരുപാട് മലനിരകൾ, ആകാശം തൊട്ടില്ല എന്ന് പറഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നിക്കുന്നില്ലേ? മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ എന്തൊരു ഭംഗിയാലേ ഈ പാരാനോമിക് വ്യൂ കാണാനായിട്ട്. നടപ്പാതൽ കുറെ ഉള്ളതിന്റെ പേരിൽ എനിക്ക് പിന്നെ സമയം പോയതറിഞ്ഞു. വളഞ്ഞും പൊളഞ്ഞും കിടക്കുന്ന നടപ്പാതകളായതുകൊണ്ട് നല്ല രസമായിരുന്നു നടക്കാനായിട്ട്. നടന്ന് മറ്റൊരറ്റത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ സൈക്കിൾ യാത്രികരൊക്കെ സൈക്കിൾ കൊണ്ട് വരാന്നുള്ളത് അപ്പോഴാണ് അറിയുന്നത്. സന്ദർശകർക്ക് കാണാനായിട്ട് അനുവദനീയമായിട്ടുള്ള സ്ഥലത്തൊക്കെ അവർ ഇതുപോലെ കെട്ടി നിർത്തിയിട്ടുണ്ട്. ഇവിടെ ജീവിക്കുന്ന പ്രത്യേകതരം പക്ഷികളും പ്രത്യേകതരം പൂക്കളും പഴങ്ങളൊക്കെയാണ് ഇപ്പൊ ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ വേറൊരു തരത്തിലുള്ള ആവാസ വ്യവസ്ഥയില്ല. ഇവിടുത്തെ മാപ്പിലും അത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ വന്ന സമയത്ത് പക്ഷികൾ ചേക്കേറുന്നതിന്റെ ഭയങ്കര സൗണ്ട് ആയിരുന്നു. ഇതിന് മാത്രം പക്ഷികൾ എവിടെയാന്ന് നോക്കിയിട്ടൊന്നും കാണാനുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ കാണുന്ന മലനിരകളുടെ ഉള്ളിൽ തന്നെ ഇവർ ഒളിക്കുമായിരിക്കും. ഞങ്ങൾ 3 പേര് 2 ദിശയിലൂടെയാണ് സഞ്ചരിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി പിച്ചായനെ അജുവിനെയൊക്കെ എപ്പോ കാണാനോ എന്തോ. എത്ര വഴി തെറ്റിയാലും കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്നെത്തണം എന്നാണ് ഞങ്ങൾ പറഞ്ഞു വെപ്പിച്ചിട്ട് പോയിരിക്കും. പിച്ചായൻ അജു കൂടി ട്രക്കിങ്ങിന് പോയിട്ട് ഏകദേശം 1 മണിക്കൂറായി. അവർ പോയ സ്ഥലത്തിന്റെ വീഡിയോ ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. വാക്കുകളോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മനോഹാരിത. ഇങ്ങനെ നോക്കി നിൽക്കാൻ തന്നെ തോന്നും. സ്പെയിനിലെ ഒരു തടാകത്തിലേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇത് മാജിക് വാലിയാണിത്. ഇതെങ്ങനെയാണ് ഇവിടെ ഉണ്ടായെന്ന് ആർക്കും അറിയില്ല എന്ന് തോന്നുന്നു. അതായിരിക്കും മാജിക് വാലി എന്ന് പറയണേ. കൊള്ളാം, പുൽത്തകിടികളുണ്ട്. ഇത് നിറയുമെന്നാണ് പറയണത്. വെള്ളം കയറും എന്ന് പറയും ഇതിൻ്റെ അകത്ത്. പക്ഷെ അവിടെയൊക്കെ ബിൽഡിംഗ് ഉണ്ടല്ലോ, അത്ര നിറയാൻ സാധ്യതയില്ല. അങ്ങനെ നമ്മൾ താഴ്വാരത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താടാ ഇത് നിനക്ക് സേഫ് അല്ല എന്നാ? ഇത് അവിടേക്ക് നോക്കണം. പുഴയുടെ അടിഭാഗത്തുള്ള ചില രൂപങ്ങളാണ് ഒലിച്ചു പോയി തിണ്ടുകൾ പോലായി എവിടേക്കോ ഒലിച്ചു പോയേക്കുന്നത്. ഇതാണ് ലാസ്റ്റ് ടെൻറ്റ് നമുക്ക് വന്ന് നിൽക്കാൻ പറ്റുന്നത്. പക്ഷെ അത് ക്ലീൻ വെള്ളമല്ല, പച്ച കളറാണ് വെള്ളത്തിന്. എനിക്കാണേ ഹരിതാപവും പച്ചപ്പ് കൂടുതലുള്ള വെള്ളമാണ്. ഏകദേശം നമ്മൾ ബുർഹോൺ കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്തു. ഭയങ്കര രസമായിരുന്നു ഇവിടുത്തെ കാഴ്ചകളൊക്കെ. വണ്ടിയിൽ കെട്ടി ചുമന്ന് കൊണ്ടുവന്ന ഫുഡൊക്കെ ഇവിടെ ഇരുന്ന് നല്ല ആംബിയൻസോടുകൂടി കഴിക്കാൻ പറ്റി. ഞങ്ങൾ നോക്കിയപ്പോൾ വന്ന സന്ദർശകരൊക്കെ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. ഞങ്ങളും കഴിച്ചു. പിന്നെ വണ്ടിയിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, നല്ല ഇരുട്ടായി. പബ്ലിക് ട്രാൻസ്പോർട്ട് ഈ ഒരു സ്ഥലത്തേക്കില്ല. പിന്നെ കൂടുതലും അറിഞ്ഞും കേട്ടൊക്കെ വരണം. എന്തായാലും ഞങ്ങൾക്ക് നല്ലൊരു വ്യൂ പോയിന്റ് കിട്ടി. ഇനി നമ്മൾ നേരെ പോവാൻ പോണത് വേറെ എവിടേക്കും അല്ല കേട്ടോ. ഇവിടെ വാജ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തൊളയത മൊത്തത്തിൽ കാണാൻ പറ്റും. എന്തായാലും വീട്ടിലേക്ക് പോലെ വാജയിലും കൂടി കേറിയിട്ട് പോവാന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ വന്നു. ഞങ്ങളുടെ പുറകിൽ കണ്ടില്ലേ കുറെ അലങ്കാര ലൈറ്റുകൾ. ഇത് അലങ്കാര ലൈറ്റുകളൊന്നും അല്ല കേട്ടോ. രാത്രി ആയി കഴിഞ്ഞാൽ വാജയിൽ നിന്നുള്ള വ്യൂ ആണിത്. തൊളയതോല് രാത്രിയാകുമ്പോൾ വഴിവിളക്കുകൾ തെളിയും. അപ്പൊ ഇത്രയും പ്രകാശം ഉണ്ടാവും. ഇന്നത്തെ കാഴ്ചകൾ കണ്ട സ്ഥിതിക്ക് നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോകും. അപ്പൊ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.